Hello students, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡിഫിക്കേഷൻസ് ഓഫ് PCM. അതിനകത്ത് PCMൻ്റെ ഫസ്റ്റ് മോഡിഫിക്കേഷൻ DPCM ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ PCMൻ്റെ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പം DPCM മാത്രമല്ല, DPCMൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷൻ എന്നാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെൽറ്റ മോഡുലേഷൻ പഠിക്കും. പിന്നെ DPCMൻ്റെ കുറച്ച് മോഡിഫൈഡ് വേർഷനാണ് ADPCM, അഡാപ്റ്റീവ് ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷനും. ദെൻ DMൻ്റെ മോഡിഫിക്കേഷനായ ADM, ദറ്റ് ഈസ് അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സോ അതിനകത്ത് ഫസ്റ്റ് ലെറ്റ്സ് സീ വാട്ട് ഈസ് DPCM. സോ ബിഫോർ ഗോയിങ് ഇൻ ടു DPCM നമുക്ക് PCMൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്നൊന്ന് അറിയണം. അപ്പോൾ ഇതൊരു സിഗ്നലാണ്, ഒരു കണ്ടിന്യൂസ് സിഗ്നലിനെ ഞാനിപ്പോൾ ഒരു പൾസ് കോഡ് മോഡുലേഷൻ യൂസ് ചെയ്തിട്ട് സാമ്പിൾ ചെയ്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ലെറ്റ് മീ റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് സിഗ്നലാണ്. ഞാൻ ആ സിഗ്നലിനെ ആദ്യം സാമ്പിൾ ചെയ്തു. ഇവിടെ ഇൻസ്റ്റൻറ്റേനിയസ് സാമ്പിളിംഗ് അല്ല യൂസ് ചെയ്ത്, പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ യൂസ് ചെയ്തിട്ട് സാമ്പിൾ ചെയ്തു. എന്നിട്ട് ഫൈനലി ക്വാണ്ടൈസ് ചെയ്തു. അപ്പോൾ ഇതാണ് ഓരോ പൾസ്, ഇതാണ് ഓരോ സാമ്പിൾ. എൻ്റെ ഓരോ സാമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. ഫൈനലി ക്വാണ്ടൈസ് ചെയ്ത്, ക്വാണ്ടൈസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഓരോ ആംപ്ലിറ്റ്യൂഡിന് നമ്മൾ ഓരോ ഡിസ്ക്രീറ്റ് വാല്യൂസ് കൊടുക്കും അല്ലേ. സോ സിൻസ് ദിസ് ആംപ്ലിറ്റ്യൂഡ് ഈസ് നിയർ ടു 1, 0, 0, 1 കൊടുത്തു. സിൻസ് ദിസ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 2, 0, 1, 0 കൊടുത്തു. നോ അഗെയിൻ നെക്സ്റ്റ് സാമ്പിളുടെ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 2. സോ ദിസ് ആംപ്ലിറ്റ്യൂഡ് ഈസ് അപ്രോക്സിമേറ്റഡ് ആസ് 0, 1, 0. നോ അഗെയിൻ ഈ ആംപ്ലിറ്റ്യൂഡും ഓൾമോസ്റ്റ് ഈക്വൽ ടു 2 ആയതുകൊണ്ട് അഗെയിൻ വി വിൽ അപ്രോക്സിമേറ്റ് ദിസ് ആംപ്ലിറ്റ്യൂഡ് ആസ് സേ 0, 1, 0. നെക്സ്റ്റ് സാമ്പിൾ എന്ന് പറയുന്ന അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 0, 0, 1 ആണ്, അല്ലെങ്കിൽ 1ന് നിയർ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ബിറ്റ് ഈ ഒരു ലെവലിന് കൊടുത്ത് 0, 0, 1 നമ്മൾ ഇവിടെ കൊടുത്തു. അങ്ങനെ ഇറ്റ് വിൽ ഗോ ഓൺ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നോർമലി പൾസ് കോഡ് മോഡുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് ഇടുന്നത്. നമ്മൾ ഈ ബിറ്റ്സ് ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് വിൽ ബി എൻകോഡഡ് ആൻഡ് സെൻഡ്. പക്ഷേ ഇവിടെ വന്ന് നോക്കുവാണെങ്കിൽ ഈ 3 സാമ്പിൾസ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ ഇത് 3 എന്താണ്, റിഡൻഡൻ്റ് ആണ് അല്ലേ, അൺവാണ്ടഡ് ഇൻഫർമേഷൻ അല്ലേ. ബിക്കോസ് ആ 3 സാമ്പിളും സെയിം ഇൻഫർമേഷനാണ് കൺവേ ചെയ്യുന്നത്. സോ വീണ്ടും വീണ്ടും അതേ സാമ്പിൾ അയക്കുവാണെങ്കിൽ അത്രയും ബാൻഡ് വിഡ്ത്ത് ലോസ്, അത്രയും ബിറ്റ്സ് ലോസ്, ബാൻഡ് വിഡ്ത്ത് റിക്വയർമെൻ്റ് ഒക്കെ കൂടും. അത് ലോസാണ് നമുക്ക് വരുന്നത് അല്ലേ. അത്രയും ബിറ്റ്സ് വീണ്ടും വീണ്ടും അയക്കുവാണ്. ഡസ് നോട്ട് മേക്ക് എനി ഡിഫറൻസ്, ജസ്റ്റ് ക്യാരി റിഡൻഡൻ്റ് ഇൻഫർമേഷൻ, അൺനെസസറി ഇൻഫർമേഷനാണ് ആ സെയിം സാമ്പിൾ, ഈ 3 സാമ്പിൾ സെൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വി വിൽ ഗോ ഫോർ മോഡിഫിക്കേഷൻ, ദാറ്റ് ഈസ് DPCM. അപ്പോൾ ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നോർമലി PCMൽ വാട്ട് വി ആർ ഡൂയിങ്, ഇഫ് ദിസ് ഈസ് ദ സാമ്പിൾ, നമ്മൾ അതിനെ നൈക്വിസ്റ്റ് റേറ്റിൽ സാമ്പിൾ ചെയ്യും അല്ലേ. സോ നൈക്വിസ്റ്റ് റേറ്റിൽ സാമ്പിൾ ചെയ്യുമ്പം നിങ്ങൾക്ക് സപ്പോസ് ഇഫ് യു ആർ ഗെറ്റിംഗ് ദ സാമ്പിൾസ് ലൈക്ക് ദിസ് FS, ഓക്കെ, FS ഈക്വൽ ടു 2W അല്ലെങ്കിൽ FS ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2W ആണല്ലോ. This is the Nyquist rate where W is the maximum message content of this signal. Now if this is sampled at say 5W, greater than 2W ആവണം. സോ ഇപ്പോൾ സാമ്പിളിംഗ് 5Wയിലാണ് ചെയ്യുന്നത്, അതിന് സാമ്പിൾസ് ഇവിടെയാണ് കിട്ടുന്നതെന്ന് വിചാരിക്കും. നോ ഇനി ഞാൻ സാമ്പിളിംഗ് റേറ്റ് കൂട്ടുവാണ്. സോ വാട്ട് ഐ എം ഡൂയിങ്, ഐ എം ഗോയിങ് ടു ഇൻക്രീസ് ദ സാമ്പിളിംഗ് റേറ്റ്. അപ്പോൾ സാമ്പിളിംഗ് റേറ്റ് കൂട്ടുവാണ്, ദാറ്റ് മീൻസ് FS ഈസ് ഇൻക്രീസ്ഡ്. സോ ലെറ്റ് FS ഈസ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 20 ടൈംസ് Wയിൽ ചെയ്യുവാണെന്ന് വിചാരിക്കും. FS കൂടുമ്പം തീർച്ചയായിട്ടും TS കുറയും അല്ലേ, അതായത് സാമ്പിളിംഗ് ഇൻ്റർവെൽ കുറയും. ദാറ്റ് മീൻസ് സാമ്പിൾസ് കുറേ കൂടി അടുത്തടുത്ത് വരും അല്ലേ, നമുക്ക് കൂടുതൽ സാമ്പിൾസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഹൈ റേറ്റിൽ ഞാൻ സാമ്പിൾ ചെയ്യുവാണ്. അപ്പോൾ സാമ്പിൾ ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സാമ്പിൾസ് കിട്ടും. ഈ സാമ്പിൾസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സാമ്പിൾസ് തമ്മിൽ ഹൈ ഡിഗ്രി ഓഫ് കോറിലേഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് ദീസ് സാമ്പിൾസ് ഹൈ സാമ്പിളിംഗ് റേറ്റിൽ സാമ്പിൾ ചെയ്ത് കഴിയുമ്പം കിട്ടുന്ന സാമ്പിൾസ് വിൽ ബി ഹൈലി കോറിലേറ്റഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡ്ജസൻറ്റ് സാമ്പിൾസ് തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകത്തില്ല, അവർ തമ്മിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാകത്തില്ല. ഫോർ എക്സാമ്പിൾ ഈ ആംപ്ലിറ്റ്യൂഡ് ഇപ്പോൾ 4 വോൾട്ട് ആണെങ്കിൽ നെക്സ്റ്റ് മേ ബി 4.01 വോൾട്ട് ആയിരിക്കും, നെക്സ്റ്റ് മേ ബി 4.02 വോൾട്ട് ആയിരിക്കും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അധികം ചേഞ്ച് ഇവിടെ ഉണ്ടാകത്തില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ അല്ല എടുക്കുന്നതെങ്കിൽ ഒരു സാമ്പിൾ ഇപ്പോൾ ഇവിടെയാണ്, ഇനി വളരെ ലോ സാമ്പിളിംഗ് റേറ്റ് ആണെങ്കിൽ നെക്സ്റ്റ് സാമ്പിൾ മേ ബി ഓവർ ഹിയർ. സോ ദിസ് ഈസ് അറ്റ് 2 വോൾട്ട്, നെക്സ്റ്റ് മേ ബി അറ്റ് 5 വോൾട്ട് ആയിരിക്കും. ഒരു ഹയർ ആംപ്ലിറ്റ്യൂഡ് ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. ഇതിനകത്ത് കോറിലേഷൻ കുറവാണ്, പക്ഷേ ഇവിടെ ഹൈലി കോറിലേറ്റഡ് സിഗ്നൽസ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ സാമ്പിളും അപ്പം കോഡ് ചെയ്ത് അയക്കുന്നതിലും പകരം നമ്മൾ സക്സസീവ് സാമ്പിൾസിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് കോഡ് ചെയ്യും.
ബിക്കോസ് ഇവിടെ 4 ആണ് അല്ലേ. 4 മൈനസ് സേ 4 നെക്സ്റ്റ് വൺ 4.1 വോൾട്ട് ആണെന്ന് വിചാരിക്കും, 4.1 ആണെന്ന് വിചാരിക്കും നെക്സ്റ്റ് സാമ്പിൾ. ഓക്കെ, സോ 4 ആൻഡ് അടുത്ത വാല്യൂ 4.1 ആണ്. സോ 4.1ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് 0.1 ആണ് കിട്ടുന്നത്. 0.1 എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, വളരെ ചെറിയൊരു വാല്യൂ ആണ്. അതിന് എനിക്ക് കുറച്ച് ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ ആയിരിക്കും ഞാൻ കോഡ് ചെയ്ത് അയക്കുന്നത്. അതാണ് ഡിഫറൻസ്. സക്സസീവ് സാമ്പിൾസിൻ്റെ ഡിഫറൻസിനെ ഞാൻ കോഡ് ചെയ്ത് അയക്കും. സോ ദാറ്റ് ഈസ് PCMനെ ആ ഒരു ഡിസഡ്വാൻറ്റേജ് നമുക്കിവിടെ ഓവർകം ചെയ്യാൻ പറ്റും. കുറച്ച് നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ് ചെയ്താൽ മതി സക്സസീവ് സാമ്പിൾസിൻ്റെ ഡിഫറൻസ് എടുത്ത് സെൻഡ് ചെയ്യുവാണെങ്കിൽ. പക്ഷേ DPCMൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫറൻസ് എടുക്കും, പക്ഷേ സക്സസീവ് സാമ്പിൾസിൻ്റെ ഡിഫറൻസ് അല്ല എടുക്കുന്നത്. നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഒരു സാമ്പിൾ, ഇതിൻ്റെ വാല്യൂ 4.1, നെക്സ്റ്റ് സാമ്പിൾ 4.2 ആണ്, നെക്സ്റ്റ് സാമ്പിൾ 4.3 ആണ്. നിങ്ങളോട് ഞാൻ ചോദിക്കുവാണ് അടുത്ത സാമ്പിളിൻ്റെ വാല്യൂ എന്തായിരിക്കാം. ഇത് 4.1, ഇത് 4.2, ഇത് 4.3 ആണെങ്കിൽ നെക്സ്റ്റ് സാമ്പിളിൻ്റെ വാല്യൂ നിങ്ങൾ 4.4 എന്ന് പ്രെഡിക്റ്റ് ചെയ്യും അല്ലേ. 4.4 എന്ന് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യും, അത് കറക്റ്റും ആയിരിക്കും. ചെറിയൊരു വ്യത്യാസം ചിലപ്പം കണ്ടേക്കാം, പക്ഷേ കറക്റ്റാണ്. ബിക്കോസ് അപ്പോൾ ആ ഒരു പാസ്റ്റ് വാല്യൂസ് അറിയാമെങ്കിൽ, കുറേ സെറ്റ് ഓഫ് പാസ്റ്റ് വാല്യൂസ് അറിയാമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സാമ്പിളിൻ്റെ വാല്യൂ എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു പ്രെഡിക്ഷനാണ് നമ്മൾ DPCMൽ നടത്തുന്നത്, ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷനിൽ നടത്തുന്നത്. ഓക്കെ, അതായത് ഒരു സിഗ്നലിനെ സാമ്പിൾ ചെയ്യും. ഓക്കെ, ആ സാമ്പിൾ ചെയ്യുമ്പം അതിൻ്റെ ആക്ച്വൽ വാല്യൂ മേ ബി സേ 4.75 വോൾട്ട് ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി യൂസിങ് പ്രെഡിക്ഷൻ പ്രീവിയസ് സെറ്റ് ഓഫ് സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ ഇതേ വാല്യൂ സാമ്പിളിനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. അപ്പോൾ ആ പ്രെഡിക്റ്റഡ് വാല്യൂ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഫോർ എക്സാമ്പിൾ 4.8 വോൾട്ട് ആണെന്ന് വിചാരിക്കും. ഈ ആക്ച്വൽ വാല്യൂവും പ്രെഡിക്റ്റഡ് വാല്യൂവും കൂടി ഡിഫറൻസ് എടുക്കുമ്പം വളരെ ചെറിയൊരു വോൾട്ടേജ് ആണ് കിട്ടുന്നത് അല്ലേ. മുമ്പേ ഡിഫറൻസ് എടുത്തപ്പം 0.1 ആണ് കിട്ടിയതെങ്കിൽ ഇവിടെ പ്രെഡിക്റ്റഡ് വാല്യൂ ആക്ച്വൽ വാല്യൂവിൻ്റെയും കൂടി ഡിഫറൻസ് എടുക്കുമ്പോൾ 0.05 വോൾട്ട് കിട്ടുന്നു. കണ്ടോ, വളരെ ചെറുതാണ്. ഇതിനെ നമ്മൾ കോഡ് ചെയ്ത് അയക്കുവാണെങ്കിൽ കുറച്ച് നമ്പർ ഓഫ് ബിറ്റ്സ് മതി, വളരെ ചെറിയ നമ്പർ ഓഫ് ബിറ്റ്സ് മതി, കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിരിക്കും. സോ വാട്ട് വി ആർ ഡൂയിങ് ഇൻ DPCM ഈസ് ഒരു ആക്ച്വൽ വാല്യൂ ഓഫ് ദ സാമ്പിളും അറ്റ് ദ സെയിം ടൈം ആ സാമ്പിളിൻ്റെ വാല്യൂ നമ്മൾ പ്രീവിയസ് സെറ്റ് ഓഫ് സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് പ്രെഡിക്റ്റ് ചെയ്യും. ആ പ്രെഡിക്റ്റഡ് വാല്യൂ ഓഫ് സാമ്പിളും ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ എന്തുവാണോ അതും തമ്മിൽ ഡിഫറൻസ് എടുത്തിട്ടായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത്. പ്രെഡിക്ഷൻ എറർ വളരെ കുറവായിരിക്കും. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഇതാണ് DPCMൽ നടക്കുന്നത്. അപ്പോൾ DPCMൻ്റെ ബ്ലോക്ക് ഡയഗ്രം നമുക്കിനി ഒന്ന് പഠിക്കാം. 1 second. സോ ദിസ് ഈസ് DPCMൽ നമ്മൾ ചെയ്യുന്നത്. ഇൻപുട്ട് സിഗ്നൽ ഒന്നാമത്തെ കാര്യം ഹൈ റേറ്റിൽ, ഓക്കെ, ഒരു ഹൈ സാമ്പിളിംഗ് റേറ്റ്. ദിസ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് DPCM. ഉണ്ടോ, ഇൻപുട്ട് സിഗ്നൽ ഈസ് സാമ്പിൾഡ് അറ്റ് എ വെരി ഹൈ റേറ്റ്. ഐ ആം ഗോയിങ് ടു one second. ഓക്കെ, ഇപ്പോൾ DCMൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു അറ്റ് ഹൈ റേറ്റിൽ നമ്മൾ സാമ്പിൾ ചെയ്യും, വളരെ ഹൈ റേറ്റിൽ. അതുകൊണ്ട് അഡ്ജസൻറ്റ് സാമ്പിൾസ് തമ്മിൽ ഹൈലി കോറിലേറ്റഡ് ആയിരിക്കും. ഈ സാമ്പിൾസിനെ എല്ലാ ഇങ്ങനെ കിട്ടിയ എല്ലാ സാമ്പിൾസിനെയും കൂടി ക്വാണ്ടൈസ് ചെയ്യുവാണെങ്കിൽ നമുക്കവിടെ റിഡൻഡൻറ്റ് ഇൻഫർമേഷൻ വരും. അതിന് പകരം നമ്മൾ ഡിഫറൻസ് ആയിരിക്കും കോഡ് ചെയ്യുന്നത്. എന്തിൻ്റെ ഡിഫറൻസ് ആണ് അത് നമുക്ക് ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് നോക്കാം. ട്രാൻസ്മിറ്ററും റിസീവറും സെപ്പറേറ്റ് ബ്ലോക്ക് ഡയഗ്രം ഉണ്ട്. യു ഹാവ് ടു ലേൺ ദാറ്റ്. See, this is the block diagram of DPCM, Differential Pulse Code Modulation block diagram ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കേ, ആദ്യം ഞാൻ ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് we will write it while explaining. Okay. ഞാനിവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഒരു സാമ്പിൾഡ് ഹൈ നൈക്വിസ്റ്റ് റേറ്റിൽ സാമ്പിൾ ചെയ്തൊരു സിഗ്നലാണ് ഞാനിവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. സോ ദിസ് ഈസ് ദ സാമ്പിൾഡ് വേർഷൻ, സാമ്പിൾഡ് മെസ്സേജ് സിഗ്നൽ. ദിസ് ഈസ് ദ സാമ്പിൾഡ് മെസ്സേജ് സിഗ്നലാണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ആ സാമ്പിൾഡ് മെസ്സേജ് സിഗ്നൽ M(n) സാമ്പിൾഡ് മെസ്സേജ് സിഗ്നലിൻ്റെ വാല്യൂയും പിന്നെ ആ എന്നിൽ തന്നെയുള്ള അതിൻ്റെ വാല്യൂ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. ആ പ്രെഡിക്റ്റഡ് വാല്യൂയും കൂടിയാണ് സബ്ട്രാക്ടറിലേക്ക് കൊടുക്കുന്നത്, പ്ലസ് മൈനസ്. സോ ആക്ച്വൽ വാല്യൂയിൽ നിന്ന് ഞാൻ പ്രെഡിക്റ്ററിൻ്റെ ഔട്ട്പുട്ട് കണ്ടോ, പ്രെഡിക്റ്റ് ചെയ്യുന്ന വാല്യൂയും കൂടി സബ്ട്രാക്ട് ചെയ്യും. ആ പ്രെഡിക്റ്റഡ് വാല്യൂവിനെ ഞാൻ
ക്യാപ്പ് ഓഫ് എൻ, അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആണ് എം ക്യാപ്പ് ഓഫ് എൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. എം ഓഫ് എൻ ആക്ച്വൽ വാല്യൂ, പ്രെഡിക്റ്റർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂവിനെ പ്രിഡിക്റ്റ് ചെയ്യും. ആ പ്രിഡിക്റ്റ് ചെയ്ത വാല്യൂ ആണ് എം ക്യാപ്പ് ഓഫ് എൻ. ആ എം ക്യാപ്പ് ഓഫ് എൻ ഈസ് ഗിവൺ ടു ദ സബ്ട്രാക്ടർ. ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഞാൻ ഡിഫറൻസ്, ഓക്കെ, ആ ഡിഫറൻസിനെ ഡി ഓഫ് എൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. ദിസ് ഈസ് ദ ഡിഫറൻസ് സിഗ്നൽ. ഇതിനെ ഞാൻ ക്വാണ്ടൈസ് ചെയ്യാൻ പോവാണ്. ക്വാണ്ടൈസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സിഗ്നലിനെ ഞാൻ ഡി ക്യൂ ഓഫ് എൻ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡി ക്യൂ ഓഫ് എൻ റെപ്രസെൻറ്റ് ദ ക്വാണ്ടൈസ്ഡ് ഇൻപുട്ട് ഡി ഓഫ് എൻ ആണെങ്കിൽ അതിൻ്റെ ക്വാണ്ടൈസ്ഡ് ഫോമിനെ ഡി ക്യൂ ഓഫ് എൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പം ഇങ്ങനെ നമ്മൾ ഡിഫറൻസ് എടുത്ത സിഗ്നലിനെയാണ് ഞാനിവിടെ ക്വാണ്ടൈസ് ചെയ്ത് ഫൈനലി ഏതെങ്കിലും ലൈൻ കോഡ്സ് യൂസ് ചെയ്തിട്ട് എൻകോഡ് ചെയ്ത് നമ്മൾ DPCM വേവ് ഫോമായിട്ട് സെൻഡ് ചെയ്യും. നൗ ഹിയർ ദർ ഇസ് എ സമ്മർ. സി, ഈ സമ്മറിലേക്ക് എന്തൊക്കെ ഇൻപുട്ടാണ് വരുന്നത്? ഈ ക്വാണ്ടൈസ്ഡ് വാല്യൂയും നമ്മൾ ഈ പ്രെഡിക്റ്റ് ചെയ്ത എം എസ്റ്റിമേറ്റ് ഓഫ് എൻ ഉണ്ടല്ലോ, ആ എം ക്യാപ്പ് ഓഫ് എൻ ഓർ എം എസ്റ്റിമേറ്റ് ഓർ എം ക്യാപ്പ് ഓഫ് എൻ ആണ് നമ്മൾ സമ്മറിലേക്ക് വരുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സമ്മാണ് ഞാൻ പ്രെഡിക്റ്ററിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇൻപുട്ടിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് എം ക്യൂ ഓഫ് എൻ വെച്ചിട്ടാണ്. എം ക്യൂ ഓഫ് എൻ. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് എം ക്യൂ ഓഫ് എൻ എഴുതിയത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കും. എം ക്യൂ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? എം ഓഫ് എൻ എൻ്റെ ഒറിജിനൽ മെസ്സേജ് സിഗ്നൽ ആണെങ്കിൽ what is MQ of n? It is the quantized version of the original signal. It is the quantized form, quantized value of the message signal ആണ് MQ of n. M of n ഒറിജിനൽ സിഗ്നൽ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ക്വാണ്ടൈസറിൻ്റെ ഔട്ട്പുട്ടിലല്ല ഇൻപുട്ട് സിഗ്നലിൻ്റെ ക്വാണ്ടൈസ്ഡ് വാല്യൂ കിട്ടുന്നത്. പകരം എവിടെയാണ് അതേ ഇൻപുട്ട് സിഗ്നലിൻ്റെ ക്വാണ്ടൈസ്ഡ് വാല്യൂ എനിക്ക് കിട്ടുന്നത്? പ്രെഡിക്റ്ററിൻ്റെ ഇൻപുട്ടിലാണ്. അപ്പോൾ പ്രെഡിക്റ്ററിൻ്റെ ഇൻപുട്ടിലുള്ള ആ ക്വാണ്ടൈസ്ഡ് വാല്യൂസ് ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് ദീസ് ടു. ശരിക്കും ഇതിങ്ങനെ ആഡ് ചെയ്ത് നമ്മൾ ഈ പ്രെഡിക്റ്ററിലേക്ക് കൊടുക്കുന്ന അപ്ഡേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഒരു വാല്യൂ, ഒരു പ്രസൻറ്റ് വാല്യൂ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തു. ഇനി അടുത്ത സാമ്പിൾ പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്തതും ആ വാല്യൂവിനെ ആ സാമ്പിളിനെ ക്വാണ്ടൈസ് ചെയ്ത വാല്യൂയും കൂടി ആഡ് ചെയ്യും. അത് നെക്സ്റ്റ് പ്രെഡിക്റ്ററിലേക്ക് കൊടുക്കും. സോ ദാറ്റ് അടുത്ത സാമ്പിളിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സം ചെയ്ത് കൊടുക്കുന്നത്. ഓരോ തവണയും പ്രെഡിക്റ്റ് ചെയ്തത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പം ഞാനിവിടെ പോയിൻ്റ് എന്ന് പറയുന്നത് ഞാനിവിടെ ഇൻപുട്ടിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, പ്രെഡിക്റ്ററിൻ്റെ ഇൻപുട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിഗ്നൽ എം ക്യൂ ഓഫ് എൻ വെച്ചിട്ടാണ്. വേറെ ഏതെങ്കിലും ഒരു സിമ്പിൾ വെച്ചിട്ട് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യായിരുന്നു, പക്ഷേ ഡസ് നോട്ട് മേക്ക് എനി സെൻസ്. ഇതിൻ്റെ ഒരു മെയിൻ ലോജിക് എന്ന് പറയുന്നത് ആ ഒരു സിഗ്നലിൻ്റെ ക്വാണ്ടൈസ്ഡ് വേർഷൻ ഓഫ് ദ സിഗ്നലാണ് എനിക്ക് പ്രെഡിക്റ്ററിൽ കിട്ടുന്നത്. അതായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പം എം ക്യൂ ഓഫ് എൻ ആണ് നിങ്ങൾക്കിവിടെ കിട്ടുന്നത്. നമുക്കിനി ഈ ഒരു ഫിഗറിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് പഠിക്കാം, ഇക്വേഷൻസ് എഴുതാം. അപ്പോൾ ആ ഇക്വേഷൻസിൽ നിന്ന് you will get the justification why we have written MQ of n over here. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ D of n എഴുതാൻ പോവാണ്. ഫിഗറിൽ നിന്ന് നോക്കിക്കേ, M of n ഉം M cap of n സബ്ട്രാക്ട് ചെയ്താൽ what you will get? D of n കിട്ടും അല്ലേ? സോ D of n that difference signal is equal to M of n minus M cap of n. ഓക്കെ, M cap of n എന്ന് എഴുതി. Okay, you mark this as equation number 1. Okay, now നമ്മളിനി ഈ ക്വാണ്ടൈസറിലേക്ക് നോക്കുക. നമ്മൾ എപ്പോൾ ഒരു സിഗ്നൽ ക്വാണ്ടൈസ് ചെയ്താലും ക്വാണ്ടൈസറിൽ കൂടി കൊടുക്കുമ്പോൾ ക്വാണ്ടൈസ് ചെയ്യാൻ അവിടെ ഒരു എറർ ഉണ്ടാവും. ബിക്കോസ് ഔട്ട്പുട്ട് ഓഫ് എ ക്വാണ്ടൈസർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്റ്റെയർ കേസ് അപ്രോക്സിമേഷൻ ഓഫ് ദ ഇൻപുട്ടാണ്. ഒരിക്കലും ഇൻപുട്ട് ഈക്വലായിട്ട് വരുത്തതേ ഇല്ല. ഒരു ക്വാണ്ടൈസേഷൻ എറർ എപ്പോഴും അവിടെ ഉണ്ടാവും. ആ ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ? അപ്പോൾ ഈ ക്വാണ്ടൈസറിൻ്റെ ക്വാണ്ടൈസേഷൻ എററിനെ ഞാൻ Q എന്ന് റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് Q quantization error will be both input minus output. That is, what is the input here? D of n minus dq of n എന്ന് ഞാൻ എഴുതുവാണ്. From here I am going to write what is dq of n. What is dq of n? dq of n is equal to d of n minus q. Okay, this is 2. Now you look into the figure. ഫിഗറിലേക്ക് നോക്കിയിട്ട് എന്താണ് എം ക്യാപ്പ് ഓഫ് എൻ എന്ന് എഴുതിക്കേ. വാട്ട് ഈസ് എം ക്യാപ്പ് ഓഫ് എൻ? ഫ്രം ദ ഫിഗർ എം ക്യാപ്പ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു, അതായത് എം എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രം ദ ഫിഗർ, ഇതെല്ലാം നമുക്ക് വേണ്ട ജസ്റ്റിഫിക്കേഷൻ ഇതാണ്. എം ക്യൂ ഓഫ് എൻ എന്താണെന്ന് എഴുതുക. അവിടെ എം ക്യൂ ഓഫ് എൻ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എം ക്യൂ ഓഫ് എൻ എങ്ങനെയാണ് കിട്ടുന്നത്? എം ക്യൂ ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് എം ക്യാപ്പ് ഓഫ് എൻ അല്ലേ? സമ്മറിൻ്റെ ഔട്ട്പുട്ടാണ് എം ക്യൂ ഓഫ് എൻ. എം ക്യാപ്പ് ഓഫ് എന്നും ഡി ക്യൂ ഓഫ് എന്നും കൂടി ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്? എം ക്യൂ ഓഫ് എൻ കിട്ടിയത്. ഓക്കെ, നൗ യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഫസ്റ്റ് 2 ഇക്വേഷൻ ഇൻ ടു ദിസ്. ഓക്കെ,
ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ 1 and 2 എടുത്ത് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫ്രം ദ ഇക്വേഷൻ 1 ഐ ക്യാൻ റൈറ്റ് എം എസ്റ്റിമേറ്റ് ഓഫ് എൻ. 1ൽ നിന്ന് ഞാൻ എഴുതുവാണ്, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എം ഓഫ് എൻ മൈനസ് ഡി ഓഫ് എൻ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതും എടുത്ത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എം ക്യൂ ഓഫ് എൻ ഈസ് ഈക്വൽ ടു എം എസ്റ്റിമേറ്റ് ഓഫ് എന്നിന് പകരം ഇത് എഴുതുക. ദറ്റ് ഈസ് എം ഓഫ് എൻ minus d of n plus, instead of dq of n you write this, so this is d of n minus q. Now that is equal to idum cut ആയി പോകും. So it will be m of n minus q ആണ് mq of n എന്ന് പറയുന്നത്. Okay, so what is q? q is equal to m of n minus mq of n. ഇത് ശരിയാണോ? ഇത് ശരിയാണ് അല്ലേ? q എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടൈസേഷൻ എറർ ആണ്. ശരിക്കും നമ്മളുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ മെസ്സേജ് സിഗ്നൽ എം ഓഫ് എൻ ആണ്. അപ്പം ആ ക്വാണ്ടൈസറിലേക്ക് ശരിക്കും ഈ എം ഓഫ് എൻ ആണ് കൊടുത്തിരുന്നതെങ്കിൽ, ഓക്കെ ഇവിടെ ഡിഫറൻസ് ആണ് കൊടുക്കുന്നത്, പക്ഷേ എം ഓഫ് എൻ ആണ് കൊടുത്തിരുന്നതെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ക്വാണ്ടൈസ്ഡ് വേർഷൻ എം ക്യൂ ഓഫ് എൻ എന്ന് കിട്ടണം. അങ്ങനെ എം ക്യൂ ഓഫ് എൻ ആണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും എറർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? എം ഓഫ് എൻ മൈനസ് എം ക്യൂ ഓഫ് എൻ ആണ് അല്ലേ? അതിൻ്റെ എറർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ടാണ്. അതാണ് ക്വാണ്ടൈസേഷൻ എറർ. അപ്പോൾ ആ ക്വാണ്ടൈസേഷൻ എറർ തന്നെയാണ് എനിക്കിവിടെ കിട്ടിയത്. ഓക്കെ, ദാറ്റ് മീൻസ് ആ ഡിഫറൻസ് സിഗ്നൽ ഉണ്ടല്ലോ, ഇവിടെ കിട്ടിയ ഈ ക്വാണ്ടൈസേഷൻ എററും ഇതും ഈക്വൽ ആണ്. Okay, so what I am trying to tell here is, so these are the equations which we need while explaining this block diagram. So what I am trying to say is, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എം ക്യൂ ഓഫ് എൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വേരിയബിൾ വെച്ചിട്ടാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് ഫൈനലി അത് കറക്റ്റാണ്, ബിക്കോസ് ഈ ഒരു ഫിഗറിൽ നിന്നാണ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ശരിയല്ലേ? ആ ഇക്വേഷനിൽ നിന്ന് എനിക്ക് കിട്ടിയ കൺക്ലൂഷനാണിത്, വിച്ച് ഈസ് കറക്റ്റ് അല്ലേ? ഔട്ട്പുട്ട് ക്വാണ്ടൈസറിൻ്റെ ഇൻപുട്ടിലേക്ക് എം ഓഫ് എൻ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്വാണ്ടൈസ്ഡ് വേർഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ക്വാണ്ടൈസേഷൻ എറർ. കറക്റ്റാണ്. സോ അതാണ്, ദാറ്റ് ഈസ് ദ ബേസിക് എക്സ്പ്ലനേഷൻ വൈ ദിസ് ഈസ് കറക്റ്റ്. എം ക്യൂ ഓഫ് എൻ ആണ് ഈ പ്രിഡിക്ടറിൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്നത്. സോ ദീസ് ആർ ദ ഇക്വേഷൻ വിച്ച് യു ഹാവ് ടു റൈറ്റ്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാവേണ്ട കാര്യം, ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറയുന്നത് ഇൻപുട്ടിനെയും അതിൻ്റെ ക്വാണ്ടൈസ്ഡ് വേർഷനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ പ്രിഡിക്ഷൻ ഫിൽറ്ററിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിലും ആ ക്വാണ്ടൈസേഷൻ എറർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ബിക്കോസ് ക്വാണ്ടൈസേഷൻ എറർ ഈസ് ഡിപ്പെൻഡിങ് upon only m of n and mq of n and not on any characteristics of the prediction filter. Okay, so this is the transmitter block diagram. Transmitter block diagram ആണ് നമ്മൾ ഈ പഠിച്ചത്. ഇനി നമുക്ക് അതിൻ്റെ റിസീവർ പഠിക്കാം. Okay, now we will learn about the receiver. ഓക്കെ, റിസീവർ വരയ്ക്കാനായിട്ട് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് റിസീവർ വരയ്ക്കാം. ഐ വിൽ ഷോ യു. വളരെ എളുപ്പമാണ്. നമുക്ക് ആ ഒരു കൺസെപ്റ്റ്, ഈ ട്രാൻസ്മിറ്ററിൽ നിന്ന് തന്നെ നമുക്ക് റിസീവറും വരയ്ക്കാം. ഓക്കെ, സോ നൗ ദിസ് ഈസ് ദ ട്രാൻസ്മിറ്റർ ബ്ലോക്ക്. ഓക്കെ, this is the DPCM transmitter block. Okay, now receiver, DPCM ൻ്റെ receiver, DPCM differential pulse code modulation ൻ്റെ receiver. അപ്പോൾ ഇവിടെ DPCM സിഗ്നലാണ് അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ DPCM എൻകോഡറിൽ നിന്നായിരുന്നു അല്ലേ എൻകോഡ് ചെയ്തിരുന്നു. അപ്പോൾ റിസീവറിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ ബ്ലോക്ക് എന്തുമായിരിക്കും? ഡീകോഡറാണല്ലേ, ഡീകോഡറാണ്. സോ ഡീകോഡർ. ഓക്കെ, നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇതാണ് ഇതിൻ്റെ ഈ ഫീഡ്ബാക്ക് പാത്ത് എന്ന് പറയും. സോ ദിസ് ഈസ് ദ ഫീഡ്ബാക്ക് പാത്ത്. ഓക്കെ, ശരിയല്ലേ? ഇതാണ് എൻ്റെ ഫീഡ്ബാക്ക് പാത്ത്, ആ ട്രാൻസ്മിറ്ററിൻ്റെ. ഈ ഫീഡ്ബാക്ക് പാത്ത് ഉപയോഗിച്ചിട്ട് തന്നെ ഫീഡ്ബാക്ക് പാത്ത് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് റിസീവറിൽ നമ്മുടെ ഒറിജിനൽ സിഗ്നലിനെ ഡീകോഡ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ഒരു എം ക്യൂ ഓഫ് എൻ ഉണ്ടല്ലേ. എം ക്യൂ ഓഫ് എൻ അറിയാമെങ്കിൽ എം ഓഫ് എൻ കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ്, ബിക്കോസ് ഇത് ക്വാണ്ടൈസ്ഡ് സാമ്പിൾഡ് വേർഷൻ ഓഫ് എം ഓഫ് എൻ ആണ്. അപ്പം ഒരു സാമ്പിൾഡ് വേർഷൻ, ക്വാണ്ടൈസ്ഡ് സാമ്പിൾഡ് വേർഷൻ ഓഫ് എം ഓഫ് എന്നിൽ നിന്ന് എങ്ങനെ എം ഓഫ് ടി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഓഫ് ടി ഒറിജിനൽ സിഗ്നൽ എം ഓഫ് ടി ആണ്. എം ഓഫ് ടിയെ സാമ്പിൾ ചെയ്താണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒറിജിനൽ സിഗ്നൽ കിട്ടുന്ന ഒരു ലോ പാസ് ഫിൽറ്ററിൽ കൂടി കടത്തി വിട്ടാൽ മതി. ഈ എം ക്യൂ ഓഫ് എന്നിനെ ഒരു ലോ പാസ് ഫിൽറ്റർ, റീകൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഒറിജിനൽ സിഗ്നൽ എം ഓഫ് ടി. അങ്ങനെയാണ് നമ്മളിവിടെ ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡീകോഡ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ആദ്യം DPCM അവിടെ എൻകോഡറിലേക്ക് കൊടുത്ത് ഇവിടെ ഡീകോഡറിലേക്ക് കൊടുക്കുക. ഓക്കെ, ഇനി ഡീകോഡറിൻ്റെ
ഔട്ട്പുട്ട്. ഡീകോഡറിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ എന്താണ്? നമ്മൾ എൻകോഡ് ചെയ്ത് നേരെ ബാക്കിലോട്ട് പോയാൽ മതി. ഇപ്പോൾ ഡീകോഡറിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? എൻകോഡ് ചെയ്തു, ഡീകോഡ് ചെയ്യുമ്പോൾ ഈ സിഗ്നൽ വേണം കിട്ടാനല്ലേ. എൻകോഡറിൻ്റെ ഇൻപുട്ടിൽ എന്താണോ അതായിരിക്കും നമുക്ക് ഡീകോഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ ഇതായിരിക്കും, ദാറ്റ് ഈസ് DQ(n) ആയിരിക്കും ഡീകോഡറിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, നൗ ഈ DQ(n) എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഗിവൺ ടു ദ സമ്മർ. സോ യു ഡ്രോ ദ സമ്മർ ഹിയർ. ഓക്കെ, ഈ സമ്മറിലേക്ക് DQ(n) മാത്രമാണോ പോകുന്നതല്ല, പ്രിഡിക്റ്ററിൻ്റെ ഔട്ട്പുട്ടും എവിടേക്കാണ് പോകുന്നത്? സമ്മറിലേക്കാണ് പോകുന്നത് അല്ലേ. സമ്മറിലേക്ക് പോകുന്നത് ഒന്ന് DQ(n), മറ്റൊന്ന് ഏതാണ്? പ്രിഡിക്റ്ററിൻ്റെ ഔട്ട്പുട്ടാണ് അല്ലേ. അപ്പോൾ പ്രിഡിക്റ്ററിൻ്റെ ഔട്ട്പുട്ടാണ് ഒന്ന് സമ്മറിലേക്ക് പോകുന്നത്, ദാറ്റ് ഈസ് M(n). ഓക്കെ, അതാണ് സമ്മറിലേക്ക് പോകുന്ന മറ്റൊന്നെന്ന് പറയുന്നത് പ്രിഡിക്റ്ററിൻ്റെ ഔട്ട്പുട്ടാണ്. പ്രിഡിക്റ്ററിൻ്റെ ഔട്ട്പുട്ടാണ് സമ്മറിൻ്റെ ഒരു ഇൻഡുണ്ട്. പ്രിഡിക്റ്ററിൻ്റെ ഔട്ട്പുട്ട് ഈസ് ഗോയിങ് ടു ദ സമ്മർ. DQ(n) ദാറ്റ് ഈസ് ഓൾസോ ഗോയിങ് ടു ദ സമ്മർ. വരച്ചു. ഓക്കെ, അപ്പോൾ സം ചെയ്ത് നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്തുവാണ്? MQ(n) അല്ലേ. അപ്പോൾ സം ചെയ്ത് കിട്ടുന്നത് എന്തുവാണ്? ദിസ് ഈസ് MQ(n). ഓക്കെ, MQ(n) ആണ് കിട്ടുന്നത്. അപ്പോൾ MQ(n) കിട്ടി. അപ്പോൾ ഈ ഫൈനലി ഈ ഔട്ട്പുട്ടിനെ എന്തിലേക്ക് പാസ് ചെയ്യണം? നെക്സ്റ്റ് ഒരു റീകൺസ്ട്രക്ഷൻ ഫിൽറ്റർ മതി, ഓർ ലോ പാസ് ഫിൽറ്റർ, ഓർ റീകൺസ്ട്രക്ഷൻ ഫിൽറ്റർ. ലോ പാസ് ഫിൽറ്ററിൽ കൂടി കൊടുക്കുമ്പോൾ ഓക്കെ, ഈ MQ(n)നെ ലോ പാസ് ഫിൽറ്റർ കൂടി കൊടുക്കുമ്പോൾ you will get the output. So this is the receiver block diagram. So this is all about DPCM. Thank you.